രാത്രി പോസ്റ്റ്മോർട്ടം നടത്താൻ ഉത്തരവ്. സംസ്ഥാനത്തെ 5 മെഡിക്കൽ കോളേജുകൾക്കാണ് DME നിർദ്ദേശം നൽകിയത്. ആവശ്യത്തിന് ജീവനക്കാരെ അനുവദിക്കാനും ഉത്തരവ്. മഞ്ചേരി മെഡിക്കൽ കോളേജിലെ രാത്രികാല പോസ്റ്റ്മോർട്ടം ആരംഭിച്ചിരുന്നു. വിവരങ്ങളുമായി ശാലിനി ചേരുകയാണ്. ശാലിയെ, ആവശ്യത്തിന് ജീവനക്കാരെ അനുവദിക്കും, രാത്രി പോസ്റ്റ്മോർട്ടം അനുവദിക്കും എന്നതടക്കമുള്ള കാര്യങ്ങളാണ് ഇതിനകം വ്യക്തമാക്കിയിരിക്കുന്നതിന് ഉത്തരവിലെ മറ്റ് വിശദാംശങ്ങൾ. KP, വിവിധ കേസുകളുമായി ബന്ധപ്പെട്ട് ഈ പോസ്റ്റ്മോർട്ടങ്ങൾ നീണ്ടുപോകുന്നതുമായി ബന്ധപ്പെട്ട് വലിയ രീതിയിലുള്ള വിമർശനങ്ങളും ഒപ്പം തന്നെ പരാതികളും ഉയർന്നിരുന്നത് സ്വാഭാവികമാണ്. ഈ സാഹചര്യത്തിൽ കൂടിയാണ് ഇത്തരത്തിലൊരു അടിയന്തര തീരുമാനം ഇപ്പോൾ സർക്കാരിന്റെയും ആരോഗ്യ വകുപ്പിന്റെയും ഭാഗത്ത് നിന്ന് വരികയും ചെയ്തത്. രാത്രികാല പോസ്റ്റ്മോർട്ടത്തിന് ഔദ്യോഗികമായി ഉത്തരവ് നൽകിക്കൊണ്ടാണ് ഇപ്പോൾ DME നിർദ്ദേശം നൽകിയിട്ടുള്ളത്. സംസ്ഥാനത്തെ 5 മെഡിക്കൽ കോളേജുകൾക്കാണ് DME ഇത്തരത്തിലുള്ള നിർദ്ദേശം നൽകിയിട്ടുള്ളത്. തിരുവനന്തപുരം, കോട്ടയം ഉൾപ്പെടെയുള്ള 5 മെഡിക്കൽ കോളേജുകൾ ഈ പരിധിയിൽ വരും. ഇവിടെ നടക്കുന്ന മരണങ്ങൾ ഒപ്പം തന്നെ വിവിധ കേസുകളുമായി ബന്ധപ്പെട്ട് എത്തുന്ന പോസ്റ്റ്മോർട്ടങ്ങൾ അടക്കമുള്ള കാര്യങ്ങൾ രാത്രി കാലങ്ങളിലും നടത്തണമെന്നുള്ളതാണ് ഈ ഉത്തരവിൽ പറയുന്നത്. അധിക സമയമെടുക്കുന്നു, ബന്ധുക്കൾക്ക് മൃതദേഹം വിട്ടു നൽകുന്നത് അടക്കമുള്ള കാര്യങ്ങളിൽ കാലതാമസം ഉണ്ടാക്കുന്നു എന്ന പരാതികളും ഒപ്പം തന്നെ കേസന്വേഷണത്തെ അടക്കം പല ഘട്ടങ്ങളിലും അത് ബാധിക്കുന്നു എന്നതടക്കമുള്ള കാര്യങ്ങൾ ചൂണ്ടിക്കാട്ടിക്കൊണ്ടാണ് ഈ ഒരു ഉത്തരവ്. ഇതിൽ ആവശ്യത്തിന് അനുബന്ധ ജീവനക്കാരെ അനുവദിക്കാനും സർക്കാർ തലത്തിൽ ഈ ഉത്തരവിൽ പറയുന്നുണ്ട്. മഞ്ചേരി മെഡിക്കൽ കോളേജിൽ രാത്രികാല പോസ്റ്റ്മോർട്ടങ്ങൾ നേരത്തെ തന്നെ ആരംഭിച്ചിരുന്നു. ഇതേ മാതൃകയിൽ തന്നെ കൂടുതൽ ജീവനക്കാരെ അടക്കം നിയോഗിച്ചുകൊണ്ടും അനുബന്ധ സൗകര്യങ്ങൾ ഒരുക്കിക്കൊണ്ടും മറ്റ് 5 മെഡിക്കൽ കോളേജുകൾ, സർക്കാർ മെഡിക്കൽ കോളേജുകളിലും സമാന രീതിയിൽ രാത്രികാല പോസ്റ്റ്മോർട്ടം നടത്താനാണ് DME ഇപ്പോൾ ഉത്തരവിലൂടെ നിർദ്ദേശം നൽകിയിട്ടുള്ളത്. സുരേഷ്, ശാലിനിയാണ് വിവരങ്ങൾ നൽകിയത്.